ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ ഡ്യൂറ്റ് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് കയറ്റിയത് കേട്ടോ. അപ്പോൾ അതിനകത്ത് കുറച്ച് കംപ്ലയിൻറ്റ്സ് പറയുന്നത് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ പെട്രോളിൻ്റെ ടാപ്പ്, പെട്രോൾ ക്യാപ്പിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കണം. സ്പീഡോമീറ്റർ വർക്ക് ചെയ്യില്ല. പിന്നെ ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി, ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി. നമുക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം കാണിച്ച് പ്ലഗ് പോയതാണ്. നമ്മൾ പ്ലഗ് മാറ്റി പുതിയതിട്ട് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വണ്ടി ഓടിച്ചു പോയി. അപ്പോൾ ബ്രേക്കൊന്നും പിടിച്ചിട്ട് കിട്ടില്ല, ഫുൾ സ്റ്റക്കായേക്കാണ്, കേബിളൊക്കെ വലിഞ്ഞു പോയേക്കാണ്. അപ്പോൾ അതാണ് ഓടിക്കുമ്പോൾ കിട്ടിയത്. പിന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, അങ്ങനെ 1-2 കംപ്ലയിൻസുകൾ. അപ്പോൾ ഞാൻ എൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് പുതിയ ലൈനറാണ്, പക്ഷേ കമ്പനി ലൈനറൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ്. അപ്പോൾ ബ്രേക്കിൻ്റെ കേബിളും കംപ്ലയിൻ്റ് ഉണ്ട്. അതായത് ബ്രേക്കിൻ്റെ 3 കേബിളുകൾ മാറ്റിയിടണം. ബാക്കിലേക്ക് വരുന്ന ഒരു കേബിളും ഫ്രണ്ട് വീലിലേക്ക് പോകുന്ന 2 കേബിളുകൾ. ആ 3 ബ്രേക്ക് കേബിൾ മാറ്റിയാലാണ് ബ്രേക്ക് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ബ്രേക്ക് കേബിളുകൾ മാറ്റി നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കമ്പനി ആയിട്ടല്ലാത്തത് കൊണ്ട് തന്നെ, ഇത് കുറഞ്ഞായിട്ടാണ്, ലോക്കലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രേക്ക് ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്കായിരിക്കും. അപ്പോൾ ക്ലിയറായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റിയിട്ട് കമ്പനി ലൈനർ ഇടേണ്ടതായിട്ട് വരും കേട്ടോ. വണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇത് തന്നെ ഇട്ടാലും മതി. ബ്രേക്ക് ഒരു സ്മൂത്തായിരിക്കില്ല എന്ന് മാത്രം, ചെറിയൊരു കല്ലപ്പുണ്ടാവും. കല്ലപ്പല്ല, ചതയണ പോലത്തെ ഒരു ഫീൽ വരും ബ്രേക്ക് പിടിച്ചാൽ കിട്ടാനായിട്ടൊരു ഇതുപോലെ. അപ്പോൾ ലൈനർ മാറ്റിയിടാണ് ഏറ്റവും സേഫ്, അതാണ്. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഞാൻ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ബാക്ക് വീല് ഈ ഒരു ഷാഫ്റ്റുമേ പിടിപ്പിക്കണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ ഒക്കെ പ്ലേ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഗിയർ ഓയിലൊക്കെ നോക്കി നല്ല ഓയിലാണ്. ടയറായാലും പുതിയ ടയർ എടുക്കണം, വലിയതായിട്ട് ഓടിയിട്ടില്ല കേട്ടോ, പുതിയ ടയറാണ്. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ പൊടി കയറി ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്റർ മാറ്റണം. പിന്നെ ഓൾറെഡി പ്ലഗ് കംപ്ലയിൻ്റ് ആയിരുന്നു, ഷോർട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ പ്ലഗ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിൽറ്റർ കൂടി നമുക്ക് ചേഞ്ച് ചെയ്തിടണം. അതും പൊടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂട്ടത്തിൽ കൂടെ നമ്മൾ മാറ്റേണ്ടതാണ്. ക്ലച്ച് സൈഡ് നമ്മൾ അയച്ചിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ക്ലച്ച് ഗ്രീസിങ് ഉള്ളതാണ്, അതിന് വേണ്ടി അയച്ചാലാണ്. അപ്പോൾ വണ്ടിക്ക് തീരെ ഓട്ടം കുറവാണെന്ന് പറയാൻ കാരണം, അപ്പോൾ ഓട്ടം കുറവാണ് കാരണം എന്ന് വെച്ചാൽ ഈ വീലുകളൊക്കെ മൊത്തം തുരുമ്പാണ് ഈ സൈഡൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ബെൽറ്റ് ഇങ്ങനെ ഓട്ടം കുറവാകുമ്പോൾ ഈ സർഫേസൊക്കെ തുരുമ്പ് വന്നു കഴിഞ്ഞാൽ ബെൽറ്റ് ചെറിയൊരു റഫ്നെസ്, തുരുമ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു റഫ്നെസ് വരുമല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന ഭാഗത്ത് ബെൽറ്റ് ഓടണ സമയത്ത് അത് ബെൽറ്റ് ചെത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. തൽക്കാലം കുറച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം, വേറെ മാറ്റാനൊന്നും കണ്ട ഈ രീതി തന്നെ വിടാം. ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ബെൻഡെക്സൊക്കെ ആയാലും അത്യാവശ്യം തുരുമ്പൊക്കെ ഇട്ട് ഒരവസ്ഥയിലിരിക്കണം, അതൊക്കെ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് കയറ്റാം കേട്ടോ. ക്ലച്ച് യൂണിറ്റ് ആയാലും ക്ലച്ച് ഷൂ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. പിന്നെ ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. ചോക്കിൻ്റെ കേബിൾ കുഴപ്പമില്ല, ഇത് തന്നെ ഇടാം. ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ ഒന്ന് മാറ്റിയിട്ടാൽ നന്നായിരിക്കും. അതേപോലെ ബാക്കിലത്തെ ഫ്യൂൽ ലിഡിൻ്റെ കേബിൾ പൊട്ടിക്കിടന്നു, അപ്പോൾ ഈ പൊട്ടിച്ച് താഴേക്ക് ഇട്ടേക്കായിരുന്നു. അപ്പോൾ അത് മാറ്റി നമുക്ക് റെഡിയാക്കാം. പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്ത് വേറെ പറയത്തക്ക ലീക്കേജ് ഒന്നും ഇല്ല. കാർബറേറ്ററിൻ്റെ ഭാഗത്തും പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും ഇല്ല. നമ്മൾ അഴിക്കേണ്ടതായിട്ടില്ല, കാരണം കാർബറേറ്റർ അഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓൾറെഡി പെട്രോൾ ഇച്ചിരി പ്രോബ്ലമാണ്. കാരണം എന്ന് വെച്ചാൽ E20 പെട്രോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഈ മോഡലൊക്കെ അഴിച്ച് ചിലപ്പോൾ കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതായത് ഓവർഫ്ലോ അങ്ങനത്തെ പ്രശ്നങ്ങൾ കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പരമാവധി ഓടിക്കുക. നമ്മൾ ഓടിച്ച് നോക്കുമ്പോഴും പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബറേറ്റർ നമ്മൾ അഴിക്കുന്നില്ല കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നമുക്കിത് മതി, ക്ലീൻ ചെയ്തിടാം. ഫ്രണ്ടിലത്തെ 2 കേബിളുകളും മാറ്റേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് വീൽ ബെയറിംഗ് നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു, വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. ടയറൊക്കെ അത് നല്ല ടയറാണ്. ഇതിൻ്റെ ബാറ്ററി നമുക്കുണ്ടല്ലോ 2023 മോഡൽ ബാറ്ററിയാണ് വണ്ടി മേടിക്കണത്. ആമറോണിൻ്റെ ബാറ്ററിയാണ്. ഞാൻ കുറേ നേരം പഴിച്ച് ചാർജിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് 12.97 വരെയൊക്കെ വോൾട്ട് കയറിയിട്ടുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ നേരെ താഴേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചാർജ് ചെയ്ത് നോക്കാം, കിട്ടുമെന്നുള്ള ദിവസം ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഡൗൺ ആവണുണ്ട് ശരിക്കും. അപ്പോൾ ഫുൾ ചാർജ് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെൽഫിൻ്റെ പ്രോബ്ലം കാണിക്കുകയാണെങ്കിൽ ബാറ്ററി മാറ്റി പുതിയതൊക്കെ ഇടയായിട്ടൊക്കെ വരും കേട്ടോ. പിന്നെ അതിൻ്റെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട്, ഓയിൽ ചേഞ്ചും കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജനറൽ സർവീസാണ്, അതിന് പുറമെ നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്ക് ആക്സിലേറ്റർ കേബിൾ മാറ്റാനുണ്ട്, ബ്രേക്കിൻ്റെ 3 കേബിളുകൾ മാറ്റാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലിടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. നമുക്കത് റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്ന് വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിൽ ചെയ്യണേ. ഏകദേശം ഒരു 6:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആക്കി തരാവുന്ന രീതിയിലേക്ക് സെറ്റാക്കാം.